പോളിംഗ് കുറയാനുള്ള കാരണം ഒരു ജനങ്ങളുടെ പ്രതിഷേധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. UDFനെ വോട്ട് ചെയ്ത രാഹുൽ ഗാന്ധിക്ക് 2 ഘട്ടങ്ങളിൽ വോട്ട് ചെയ്ത ജനങ്ങളിലുള്ള ഒരു വലിയ അതൃപ്തി, അവർക്കങ്ങനെ വീണ്ടും പോയി വോട്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. അതൊരു പ്രൊട്ടസ്റ്റായിരുന്നു എന്നാണ് ഞാൻ കാണുന്നത്. വയനാട് LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയാണ് എനിക്കൊപ്പം ഉള്ളത്. അപ്പോൾ ഇനി കണക്കുകളൊക്കെ കൂട്ടിക്കഴിഞ്ഞ അവസാന വട്ടത്തെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളതാണ്. നമ്മളിപ്പോൾ നേരത്തെ കാണുന്ന സമയത്തൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്തൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മൾ ആറ്റിക്കുറുക്കിയ ഒരു കണക്കൊക്കെ ആയിരിക്കും നമ്മുടെ മുന്നിലുള്ളത്. എങ്ങനെയാണ് LDFൻ്റെ ഈ 23-ാം തീയതി കൗണ്ടിങ് അല്ലേ? കൗണ്ടിങ് ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന പോളിങ്ങിൽ 13-ാം തീയതി വോട്ടർമാർ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുവരെ വലിയ ഡിബേറ്റ് നടത്തിയിട്ടുണ്ട്. LDF രാഷ്ട്രീയ പ്രശ്നങ്ങളും വയനാടിൻ്റെ വികസന വിഷയങ്ങളും രാഹുൽ ഗാന്ധി വികസന വിഷയങ്ങളെടുത്ത സമീപനം, രാഷ്ട്രീയത്തോടെടുത്ത സമീപനങ്ങളെക്കുറിച്ച് ഞങ്ങൾ ശക്തമായ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഉന്നയിച്ചിട്ടുണ്ട്. അവരവരുടെ വിശദീകരണം നൽകിയിട്ടുണ്ട്. അതൊക്കെ 13-ാം തീയതി വോട്ടർമാർ പൊതുവെ ഒരു തീരുമാനം എടുത്ത് കാണും. നല്ല പൊളിറ്റിക്കൽ ക്യാമ്പയിൻ അവിടെ നടന്നിട്ടുണ്ട്. LDF ഉന്നയിച്ചിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളും വയനാടിൻ്റെ വികസന വിഷയങ്ങളും പൊതുവെ ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു കാണുന്നത് എന്താ വെച്ചാൽ പോളിംഗ് കുറയാനുള്ള കാരണം ഒരു ജനങ്ങളുടെ പ്രതിഷേധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. UDFനെ വോട്ട് ചെയ്ത രാഹുൽ ഗാന്ധിക്ക് 2 ഘട്ടങ്ങളിൽ വോട്ട് ചെയ്ത ജനങ്ങളിലുള്ള ഒരു വലിയ അതൃപ്തി, അവർക്കങ്ങനെ വീണ്ടും പോയി വോട്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. അതൊരു പ്രൊട്ടസ്റ്റായിരുന്നു എന്നാണ് ഞാൻ കാണുന്നത്. LDFൻ്റെ വോട്ടിലും കുറവ് വന്നിട്ടുണ്ടാവില്ലേ? LDFൻ്റെ വോട്ടിൽ അങ്ങനെ കുറയേണ്ട കാര്യമില്ല. കാര്യം എന്താ ഉള്ളത്? പ്രത്യേകിച്ച് ഒന്നും LDFന് വോട്ട് ചെയ്യുന്ന ആളുകൾ വോട്ട് ചെയ്യും. പിന്നെ തോൽക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയല്ലേ എന്ന നിലക്ക് ചിന്തിക്കുന്ന LDF അനുഭാവികൾ പൊതുവെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പക്ഷേ ദൂരത്തൊക്കെയുള്ള ആളുകൾ, മറ്റ് സ്ഥലങ്ങളിലും ഡൽഹിയിലും ബാംഗ്ലൂർ അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾ അത്രത്തോളം റിസ്ക് എടുത്ത് എന്തിനാ ഞാനിങ്ങനെ ഇത്രയും റിസ്ക് എടുക്കണോ എന്ന് ചിന്തിച്ചിട്ട് ആരെങ്കിലും മാറി നിൽക്കുന്നതല്ലാതെ ജനറലി LDF വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ പോയി കാണും. അല്ല, സത്യയുടെ ഇടയ്ക്കിടയ്ക്ക് തോൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു പ്രതീക്ഷയിൽ മങ്ങലേറ്റിട്ടുണ്ടോ? അതൊരു ഇലക്ഷൻ പ്രചരണമല്ലേ. തോൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി എന്ന പറയാനുള്ള കാരണം അവർക്കുള്ള ചില ആശങ്കകളാണ്. ആശങ്കകളെന്ന് പറയുന്നത് എളുപ്പത്തിൽ ജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. കാരണം 4 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം കിട്ടി. അത് പിന്നീട് കുറച്ച് കുറഞ്ഞെങ്കിലും പ്രിയങ്ക ഗാന്ധി വന്നതോടുകൂടി അതിനൊരു താര പരിവേഷം, എന്താ പറയുക, അവരുടെ ഒരു ഹിസ്റ്ററി, അവരുടെ ഫാമിലിയുടെ സാക്രിഫൈസ്, അനാഥരാണ് സഹോദരന്മാരെന്ന ഫീലിംഗ്, അതാണ് തൊട്ടു മുമ്പ് ഈ പോളിങ്ങിൻ്റെ 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ്. സഹോദരന്മാരുടെ ഉമ്മവെപ്പ്, അതൊക്കെ ഒരു വൈകാരിക തലത്തിലൂടെ വോട്ട് നന്നായി വാങ്ങിക്കാമെന്നൊക്കെയുള്ള ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അതിനോടൊന്നും വോട്ടർമാർ അങ്ങനെ പ്രതികരിച്ച് കാണില്ല. പൊതുവേ LDFന് കിട്ടേണ്ട വോട്ട് എന്തായാലും കിട്ടും. അതിശക്തമായ പൊളിറ്റിക്കൽ ഫൈറ്റാണ്. കാരണം വെച്ചാൽ പ്രിയങ്ക ഗാന്ധി അങ്ങനെ അത്രയും സമയം ചെലവഴിക്കണമെന്ന് അവർ തീരുമാനിച്ചിട്ടില്ല. പിന്നെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നല്ലോ, ക്യാമ്പ് ചെയ്യുമായിരുന്നു. പോളിംഗ് ദിവസമൊക്കെ തന്നെ പോളിംഗ് ബൂത്തിലൊക്കെ കയറി ഇറങ്ങി. അപ്പോൾ അവർക്കും തോന്നി കുറച്ച് സമയം ചെലവഴിക്കേണ്ടി വരുമെന്ന് പിന്നീട് അവർക്ക് തോന്നി. ഞാനും അവരും തമ്മിലൊരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയിരുന്നു. നിലമ്പൂർ വെച്ച് ഒരു റൂറൽ ഏരിയയിൽ ട്രൈബൽ പിന്നോക്ക ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ LDFൻ്റെ കോർണർ മീറ്റിംഗ് സ്ഥാനാർത്ഥി സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ കയറി വന്നതാണ്. അപ്പോൾ അവർ കയറി വരാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ അവർ ഉണ്ടാവല്ലോ, എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരേണ്ട കാര്യമില്ലല്ലോ. BJPയുടെ വോട്ടിനെ പറ്റി എന്താ കരുതുന്നത്? BJP അവിടെ കഴിഞ്ഞ തവണ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചിരുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു വോട്ട് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. BJPയുടെ കാര്യത്തെക്കുറിച്ച് ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ലെങ്കിൽ സ്ഥാനാർത്ഥി എന്ന നിലക്ക് അവരത് സീരിയസ് ആയി വയനാട് ബൈ ഇലക്ഷൻ എടുത്തതായി തോന്നിയില്ല. കാര്യം കഴിഞ്ഞ പ്രാവശ്യം അവർ സീരിയസ് ആയി മത്സരിച്ചത്. അവരുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിലെ നമ്പർ 1 ലീഡറാണ്. അയാളെയാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ഇപ്രാവശ്യം അങ്ങനെ ഒരു ആളെ നിർത്തി അവർ മോശക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു പാർട്ടി അവരുടെ സ്ഥാനാർത്ഥി ആരാന്ന് തീരുമാനിക്കേണ്ടവരാണ്. പക്ഷെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് അവിടെ അവർ ഉയർത്തിക്കൊണ്ടുവന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം അവർക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ അത് ആവേശഭരിതരായി എനിക്ക് സംശയമുണ്ട്. ആവേശഭരിതരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ അവരെ വോട്ടിങ് എണ്ണുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അതുവരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക്.